കോഴിക്കോട് ബീച്ചിലെ മരത്തണലുകളിൽ ഒരുക്കിയ സിമന്റ് ബെഞ്ചുകളിൽ അങ്ങിങ്ങായി അവർ കൂടിയിരുന്നു. 60-ലധികം ചിത്രങ്ങൾ വരച്ചു. അതും 2 മണിക്കൂറോളം മാത്രമെടുത്ത്. ദുരന്തം സംഹാരതാണ്ഡവമാടിയ വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ ഇവർക്കെല്ലാം വിവിധ തടസ്സങ്ങളുണ്ട്. എന്നാൽ ചിത്രം വരച്ചും നമ്മൾ അതിജീവിക്കുമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഈ ഒത്തുചേരലിന് പിന്നിൽ. ടീം ലൈവ് സ്കെച്ചിന്റെയും കേരള ചിത്രകലാ പരിഷത്തിന്റെയും പ്രവർത്തകരായ കുട്ടികളടക്കമുള്ള 30ഓളം പേരാണ് വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെത്തി ചിത്രങ്ങൾ വരച്ചത്. ബീച്ച് കാണാനെത്തിയവർ ചിത്രങ്ങൾ വാങ്ങി സഹകരിച്ചു. വിൽപ്പന നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാടിന്റെ അതിജീവനത്തിനായി കൈമാറാനാണ് തീരുമാനം. ആർട്ടിസ്റ്റ് മദനൻ ചിത്രരചന ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം ചിത്രകലാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തെരുവ് ചിത്രരചന നടത്താനാണ് തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.